കഴിഞ്ഞ ദിവസം ദി ഗ്രേറ്റ് ഫ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ആ വീഡിയോ എൻ്റെ ചാനലിൽ ഇല്ല. നെറ്റ്ഫ്ലിക്സുകാർ ബിയിലേക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശ് മുടക്കി ഓരോരോ സിനിമകൾ തിയേറ്ററിൽ പോകാൻ വിടാതെ ഈ ഒരു സ്ട്രീമിങ്ങിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നെ പോലെയുള്ള കുറെ അവന്മാർ കയറി യൂട്യൂബിൽ ഇത് ഫ്രീ ആയിട്ട് തണ്ണിച്ചാൽ ഞങ്ങളൊക്കെ എന്നാ ഞങ്ങൾ ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിച്ചോടാ എന്നും പറഞ്ഞ് കോപ്പറേറ്റ് തന്നു. എന്തൊരു ഭാഗ്യത്തിന് അടിയന് സ്ട്രൈക്ക് തന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിവേസ് വീഡിയോ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഞാനത് വീണ്ടും അപ്ലോഡ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല, ബിക്കോസ് വയ്യ. ബട്ട് പടം കണ്ടവർക്ക് കുറേ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് തോന്നി. സോ എന്തായാലും ആ ഒരു എൻഡിങ് എക്സ്പ്ലനേഷൻ പാർട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിനപ്പോൾ നെറ്റ്ഫ്ലിക്സിന് സൈഡിൽ നിന്ന് ഒരു തിരശ്ശീല വീഴും എന്ന് അടിയാൻ അറിയില്ല കേട്ടോ. സോ ദി ഗ്രേറ്റ് ഫ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടിട്ട് എന്ത് തേങ്ങ വരെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വല്ല കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. സോ വിതൗട്ട് ദ വേ, ദിസ് ഇസ് സിനിമ സ്റ്റെല്ലർ ആൻഡ് വി ആർ ഗോണ ടോക്ക് അബൌട്ട് ദി എൻഡിങ് എക്സ്പ്ലനേഷൻ ഫോർ ദി ഫിലിം ദി ഗ്രേറ്റ് ഫ്ലഡ്. ഭൂമിയെ നോക്കി വലിയൊരു ആസ്ട്രോയിഡ് വരുന്നുണ്ടെന്നും അത് ഭൂമി ഇല്ലാതാക്കുമെന്നും ഇവിടെയുള്ള സയന്റിസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. തുടർന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ എല്ലാവരും ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് ആലോചിക്കുന്നു. അവിടെ ഉള്ളവന്മാർ തല പോഞ്ഞ് ആലോചിച്ചിട്ടും അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടുന്നില്ല. തുടർന്ന് ഇതിലൂടെ മനുഷ്യരാശി ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി ഹ്യൂമാനിറ്റിയെ പ്രിസർവ് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുന്നു. ആർട്ടിഫിഷ്യലി ജനറേറ്റഡ് സിന്തറ്റിക് ഹ്യൂമൻസ്, മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈവൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പോലും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ഹ്യൂമനെ ഇവരുണ്ടാക്കുന്നു. എന്നാൽ അതിനൊന്നും തന്നെ ജെനുവിൻ ഇമോഷൻസ് ഉണ്ടായിരുന്നില്ല, വികാരം ഇല്ലായിരുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്നതിലെ വൺ ഓഫ് ദ ഫാക്ടേഴ്സിൽ ഒന്നാണ് ഈ പറയുന്ന എമോഷൻ. അപ്പം നമ്മുടെ നായികയാണ് സജസ്റ്റ് ചെയ്യുന്നത്, എന്നാൽ നമുക്ക് എക്സ്പീരിയൻസിലൂടെ എമോഷൻസ് ഫീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഇവർ രണ്ട് ചൈൽഡ് പ്രോട്ടോടൈപ്സിന് ഉണ്ടാക്കുകയാണ്, ജായിൻ ആൻഡ് യൂജിൻ. ഇതൊരു മനുഷ്യക്കുട്ടിയല്ല, പകരം ഇവർ ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്ത് ഒരു സിന്തറ്റിക് ചൈൽഡാണ്. ദെൻ ജായിനെ ആൻ അഡോപ്റ്റ് ചെയ്ത് അവൾ വളർത്തുന്നു. ജായിന്റെ ഓരോ വളർച്ച ഘട്ടത്തിലും ഇവന് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഇവൾ വളർത്തുന്നു. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ. പിന്നീട് ആ വലിയൊരു ഫ്ലഡ് സംഭവിക്കുന്നു. അതിൽ ജായിനും ഈ പറയുന്ന ആനയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവിടേക്ക് വരുന്ന ഡാർവിൻ സെന്ററിന്റെ ആളുകൾ ഇവർ രണ്ടുപേരെയും പിടിക്കുന്നു. ശേഷം ജായിനെ കൊന്ന് അവന്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. well, അവനെ കൊന്നെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവന്റെ ഡാറ്റ ഉള്ളിടത്തോളം കാലം അവൻ മരിക്കുന്നില്ല. ഇൻഫാക്ട് അവനും റിയൽ അല്ല, അവനെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. എനിവേസ് അത് കഴിഞ്ഞ് ആന ഇവരുടെ കൂടെ തന്നെ ആ ഒരു സ്പേസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഇവള് മരിക്കുന്നതിന് മുമ്പായിട്ട് ഇവളുടെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത്, അതായത് മെമ്മറീസ് എക്സ്ട്രാക്ട് ചെയ്ത് എമോഷൻ എഞ്ചിന്റെ ആ ഒരു സിമുലേഷനിലോട്ട് ഇടാൻ വേണ്ടി ഇവൾ ആവശ്യപ്പെടുന്നു. പിന്നീട് നമ്മൾ കണ്ട എല്ലാ ലൂപ്പും സംഭവിച്ചിരിക്കുന്ന സിമുലേഷൻ വേൾഡിന്റെ ഉള്ളിലാണ്. അപ്പോൾ പടത്തിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഒന്ന് റിയാലിറ്റി, രണ്ട് സിമുലേഷൻ. ഈ ഒരു കാര്യം ക്ലിയർ ആയേ? ഓക്കെ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ വേണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ലെൻസിൽ കൂടെ ഞാൻ കണ്ടപ്പോഴാണ് ഇതിലെ പല കാര്യങ്ങളും എനിക്ക് കത്തിയത്. എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരവുള്ള ഭയങ്കര എന്തോ മാജിക്കൽ തിങ് ആണെന്ന്. പക്ഷേ അല്ല, ഇറ്റ്സ് ജസ്റ്റ് മാത്തമാറ്റിക്സ്. അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രോബബിലിറ്റീസ് ആണ്. മെഷീൻ ലേണിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് റെപ്പിറ്റേഷൻ. നമ്മളൊരു മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു പറഞ്ഞ് പറയുമ്പോൾ അത് ചെയ്തു തരുന്ന ഔട്ട്പുട്ട് ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആക്യുറേറ്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ക്രൈറ്റീരിയ ഒന്നും മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും അതേ കാര്യം ഒന്നുകൂടെ ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് എപ്പോൾ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഔട്ട് വരുന്നു അതുവരെ അത് റിപ്പീറ്റ് ആവും. പടത്തിൽ ഞാനയുടെ അടുത്ത് പറയേണ്ട, ഇതിനോട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ആനയുടെ ടീഷർട്ടിൽ ഒരു സർട്ടൻ നമ്പർ ഉണ്ട്. അത് സിമുലേഷൻ തുടങ്ങി ഓരോ ഐട്രേഷനിലും കൂടി വരികയാണ്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എത്ര വട്ടം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു, എത്ര വട്ടം ഈ ഒരു സിമുലേഷൻ റിപ്പീറ്റ് ചെയ്തു, ഇവൾ എത്ര വട്ടം ഇതേ കാര്യം വീണ്ടും ചെയ്തു, അതാണ് കാണിക്കുന്നത്. അല്ലാതെ ഇവളുടെ ഡെത്ത് കൗണ്ട് അല്ല നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അത് ട്രാക്ക് ചെയ്യലാണ് എത്ര വട്ടം സിമുലേഷൻ റിപ്പീറ്റ് ആയി എന്ന്. റിയാലിറ്റിയിൽ ഇവളുടെ ബനിയനിൽ ഒരു തരത്തിലുള്ള നമ്പർ ഉണ്ടായിരുന്നില്ല, അതൊരു പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ആയിരുന്നു. ബട്ട് എപ്പോൾ ആ ഒരു സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തൊട്ട് ആ ഒരു നമ്പരും അവരുടെ ബാക്കിലുള്ള ബ്ലോക്കിന്റെ കൗണ്ടും കൂടിക്കൊണ്ടുവരികയായിരുന്നു. ആ ബ്ലോക്ക് ബേസിക്കലി അവൾ ഓരോ ഐട്രേഷനിലും കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ അപ്പാർട്ട്മെന്റ്സിനായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിമുലേഷൻ തീരാറാകുന്ന സമയത്ത് അവളുടെ ടീഷർട്ടിലുള്ള നമ്പർ എന്ന് പറയുന്നത് 21,499 ആണ്. സോ ദാറ്റ് മീൻസ് ഈ ഒരു സിമുലേഷൻ അത്രയും തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒന്നുകൂടൊന്ന് പൊലിപ്പിച്ച് പറയാനാണെങ്കിൽ ഈ സിമുലേഷൻ വേൾഡിൽ അവർ ഏതാണ്ട് ഒരു 58 കൊല്ലം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിമുലേഷന്റെ പോയിന്റ് എന്താണ്, ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അതിനാദ്യം എമോഷൻ എഞ്ചിൻ എന്താണെന്ന് അറിയണം. എന്താണത്? ഒരു മോഡലിനെ കൊണ്ട് ഹ്യൂമൻ എമോഷൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുക. നമ്മുടെ എന്തിരിൽ ചിട്ടിക്ക് കിട്ടിയ ബ്ലൂ ചിപ്പ് എങ്ങനെയാണോ അവന് സനയോട് തോന്നിയ പ്രണയം, അതേപോലെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ ഇവിടെ ഇവരുണ്ടാക്കിയ സിന്തറ്റിക് ഹ്യൂമൻ എന്ന് പറയുന്ന അഡൽട്ട് ആയതുകൊണ്ട് അതിന് എക്സ്പീരിയൻസിലൂടെ എമോഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. മാത്രമല്ല അത് ഇച്ചിരി ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. സംശയമുള്ളവർക്ക് ഫ്രാങ്കസ്റ്റൈൻ പാഠം എടുത്ത് കാണാം. അതുകൊണ്ട് അഡൽറ്റിനെ വിട്ടിട്ട് അവർ ചൈൽഡിലോട്ട് പോകുന്നു. ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അത് നമ്മളെ കണ്ടേ പഠിക്കത്തുള്ളൂ, നമ്മളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്തേ അത് പഠിക്കത്തുള്ളൂ. ചില വീഡിയോസിലൊക്കെ കുട്ടികൾ കുറെ പാമ്പിന്റെ കൂടെയൊക്കെ കളിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അത് പൊല്ലാതവനിലെ ധനുഷ് കളിക്കൊന്നും അല്ല, അതിനറിയാത്തോണ്ടാ. പാമ്പ് കൊത്തു കിട്ടിയ ചത്തു പോകുന്നു അതിനറിയത്തില്ല. സോ നമ്മൾ പേടിക്കും
ചിരിക്കുമ്പോൾ കുട്ടിയും പേടിക്കും, നമ്മൾ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും. അതേപോലെ ജസ്റ്റ് ഇമിറ്റേറ്റിംഗ് ആണ് എല്ലാം. ആനയുടെ ഈ ഒരു സിമുലേഷൻ എക്സ്പെരിമെന്റിന്റെ മെയിൻ ക്രൈറ്റീരിയസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 ടാസ്ക്കാണ് ഉള്ളത്. 1 ലിഫ്റ്റിലകപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക, 2 പ്രഗ്നന്റ് വുമണിനെ ഹെൽപ്പ് ചെയ്യുക, 3 സ്വന്തം മകനെ കണ്ടുപിടിക്കുക. സോ റിയാലിറ്റിയിൽ ആൻ എന്താണ് ചെയ്തത്? അവൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി അവൾ എല്ലാ ചോയ്സസും റാഷണൽ ആയിട്ട് എടുത്തു. ലിഫ്റ്റിലുള്ള കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, ദെൻ ആ പ്രഗ്നന്റ് വുമണിനോട് പറ്റില്ലെന്ന് പറഞ്ഞു പോയി. അവസാനം ജായനെ ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോകുന്നത്. സോ സിമുലേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ 3 ആയിരുന്നു. അൾട്ടിമേറ്റ്ലി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇവളുടെ മകനെ തേടി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു കാരണവശാലും മകനെ കൈവിടാൻ പാടില്ല എന്നാണ് ഇതിന്റെ സിമുലേഷന്റെ മെയിൻ പോയിന്റ്. എപ്പോൾ ഈ 3 ടെസ്റ്റ് അവൾ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയാസിനെ അവൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അപ്പോൾ ആ ഒരു മോഡൽ കംപ്ലീറ്റ് ആവുന്ന എമോഷൻ എഞ്ചിനും കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഇവരിതെല്ലാം ചെയ്ത് എന്തിനാ? മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് രക്ഷപ്പെടുത്തിയോ? ഇല്ല. ഇവർ യൂസ് ചെയ്ത് കുറെ സിന്തറ്റിക് ഹ്യൂമൻസിനെ ഉണ്ടാക്കി ഭൂമിയിലോട്ട് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റി പ്രിസർവ് ആവത്തില്ലല്ലോ. ഇല്ല, ആവത്തില്ല. കാരണം എത്രമാത്രം വലിച്ചു കിട്ടിയാലും അത് മുഴച്ചേ നിൽക്കത്തുള്ളൂ. എന്തൊക്കെ ഹ്യൂമൻ എമോഷൻ അതിനുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന്റെ വികാരം അത് മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ. സോ ഈ ഒരു പടം തന്നെ പോയിന്റ്ലെസ് ആണെന്നാണ് നമുക്ക് ആദ്യം തോന്നുക. പക്ഷേ ഇവരുണ്ടാക്കി വിടുന്ന ഈ ഒരു സിന്തറ്റിക് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുകയല്ല, പകരം പുതിയ ഹ്യൂമൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വെസലായിട്ട് ഇവർ മാറ്റുവാണ്. അവർ പറയുന്നുണ്ട് ആ ഒരു റീപ്രൊഡക്ഷൻ എബിലിറ്റിയുടെ കാര്യം. ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു മദർ ബോട്ടിനെയാണ്. ആ മദർ ബോട്ടിന്റെ ഉള്ളിൽ ഒരു ടെസ്റ്റ് ട്യൂബാണ് ആക്ച്വലി. സോ ഈ ഒരു സിന്തറ്റിക് വെസലിൽ ഇവർക്ക് ഹ്യൂമൻ ബേബീസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ആ ഉണ്ടാകുന്ന കുട്ടികളെ ഇവർ തന്നെ വളർത്തും. കാരണം അതിനാണ് മദർ പ്രോട്ടോടൈപ്പിനെ ഇവർ ട്രെയിൻ ചെയ്ത്. ആനയിലൂടെ ഒരു അമ്മ എങ്ങനെ ഒരു കുട്ടിയെ വളർത്തണം എന്നൊരു കാര്യം ഇവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അവരുടെ ഒരു അൾട്ടിമേറ്റ് പ്ലാൻ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതൊന്നും പടത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ അല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ പിന്നെ ഓഫ് കോഴ്സ് ഈ പടം കംപ്ലീറ്റ്ലി പോയിന്റ്ലെസ് ആണ്, നോൺ സെൻസിക്കൽ ആണ്. സോ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു സിന്തറ്റിക് ചൈൽഡാണ് ഈ പറയുന്ന ജായ എന്ന്. ദെൻ വൈ ഡസ് ഹി ഹാവ് ലോ ബ്ലഡ് ഷുഗർ? ഓറഞ്ച് ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ ചെറുക്കൻ ഓക്കെ ആവുന്നുണ്ട്. എന്നാൽ ഇവന് വേണ്ടി ഇവൾ കൈക്കരുന്ന ഒരു മെഡിസിൻ ഉണ്ടല്ലോ, അത് കണ്ടാൽ ഇൻസുലിൻ പോലെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചെറുക്കിന് ഡയബറ്റീസ് ആണെന്ന്. പക്ഷേ ഡയബറ്റീസിന് ഇൻസുലിൻ കൊടുക്കുന്നതിന് വരെ ഓറഞ്ച് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വഷളാക്കത്തല്ലേ ഉള്ളൂ. അതും പോട്ടെന്ന് വെക്കാം. ഇവരായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സിന്തറ്റിക് ഹ്യൂമന് എങ്ങനെ ഒരു അസുഖം വന്നു? അതൊന്നും ഇല്ലാതെ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ആയിട്ട് ഉണ്ടായിക്കൂടെ? ഇനി എങ്ങാനും ഈ മറ്റേ മനുഷ്യന്മാരിൽ ആരും തന്നെ ഒട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്ന് പറയാതെ പറഞ്ഞതാണെങ്കിലും ലൈക്ക് എ സിംബോളിക് റെഫറൻസ്. എനിക്ക് അറിയത്തില്ല സത്യമായിട്ടും. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് ദ ഗ്രേറ്റ് ഫ്ലഡ്. പിന്നെ പറയാതിരിക്കാൻ തരവില്ല, ഈ പടത്തിന് ഇടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പേര് ഇത് തന്നെയായിരിക്കും. ഇതുപോലൊരു പ്ലോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പടത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ വിട്ട് ഇതൊരു ഡിസാസ്റ്റർ മൂവിയാണ് എന്നും പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പിസ് ഓഫ് ആവോ ഇല്ലയോ? അതുകൊണ്ടായിരിക്കണം ഈ പടത്തിന് ഒരുപാട് മിക്സഡ് റിയാക്ഷൻ വന്നത്. ഈവൻ ഈ പടത്തിനെ പറ്റി ഒരു കേട്ടുകേൾവി ഇല്ലാതെ ചുമ്മാ ഈ ഒരു നെറ്റ്ഫ്ലിക്സ് സ്ക്രോൾ ചെയ്തപ്പോൾ ഈ ടൈറ്റിൽ കണ്ട് ഡിസാസ്റ്റർ മൂവി ആയിരിക്കും എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കണ്ടതാണ് ഞാനും. ആൻഡ് ഇങ്ങനെയെല്ലാം മാറിയപ്പോൾ അതൊരു നല്ലൊരു സർപ്രൈസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എല്ലാവർക്കും ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എനിക്കിങ്ങനെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുറേ പേര് എനെ എന്തോ കൈൻഡ് ഓഫ് മാജിക് ആണെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഇതും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ലിറ്ററേച്ചർ ആണെങ്കിലും സിനിമയാണെങ്കിലും സീരീസുകളിലാണെങ്കിലും എല്ലാത്തിലും ഒരു എക്സ്ട്രീം ഒപ്പീനിയൻസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു അവർ അപ്രോച്ച് ചെയ്യുന്നത്. ആരും തന്നെ അതെങ്ങനെ വർക്കാവുന്നു, അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ് എന്താണ്, അതെങ്ങനെ ഇവോൾവ് ആകുന്നു എന്നൊന്നും ഒരു ബോധം പോലും ചെയ്യുന്നില്ല പറയാൻ വേണ്ടി. ബട്ട് ആ ഒരു കാര്യം ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈഡ് ഔട്ട്കം അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു സെയിം പ്രോസസ്സ് ആയിരക്കണക്കിന് വട്ടം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ലൈക്ക് ആന ഇതിനകത്ത് 21,499 പ്രാവശ്യം ദ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത പോലെ. ആൻഡ് ദാറ്റ് ഹൗ ഇറ്റ് ലേൺസ്, ദാറ്റ് ഹൗ ഇറ്റ് ഇവോൾവ്സ്. സോ ഇറ്റ്സ് പ്യുവർ മാത്തമാറ്റിക്സ്, ഐട്രേഷൻസ്, നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഇൻഡക്ഷൻ ഇൻ ആക്ഷൻ. ആൻഡ് ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മറ്റൊരു ദിവസം മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.